ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. BDS വിദ്യാർത്ഥി നിതിൻ രാജിന്റെ മരണത്തെ തുടർന്ന് ദളിത് സംഘടനകൾ നടത്തിയ ഹർത്താലിനെതിരെ കുടുംബം. ഹർത്താലിന് ശേഷം പുറത്തിറങ്ങാൻ വയ്യാത്ത സ്ഥിതിയായി. കുടുംബത്തിന് 10 കോടി രൂപ നഷ്ടപരിഹാരം വേണമെന്നാണ് സമരക്കാർ പറയുന്നത്. എന്നാൽ തങ്ങൾ ആരോടും പണം ആവശ്യപ്പെട്ടിട്ടില്ലെന്നും പിതാവ് രാജൻ റിപ്പോർട്ടറിനോട് പറഞ്ഞു. സമരത്തെ തുടർന്നുണ്ടായ അക്രമ സംഭവങ്ങൾ വേദനയുണ്ടാക്കിയെന്നും രാജൻ പ്രതികരിച്ചിട്ടുണ്ട്. ഞങ്ങളുടെ ചില സംഘടനകളുടെ ഭാരവാഹികൾ എൻ്റെ വീട്ടിൽ വരികയും ഹർത്താൽ നടത്താൻ പോവുകയാണെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. സംസ്ഥാന ഹർത്താൽ നിതിൻ രാജിൻ്റെ നീതിക്ക് വേണ്ടി. അതിന് നിങ്ങൾ പിന്തുണ നൽകണം. ഞാൻ പറഞ്ഞു പിന്തുണ നൽകാൻ തയ്യാറാണ്. പക്ഷേ അതിൻ്റെ പേരിൽ ഒരു അക്രമോ വേറൊരു കാര്യങ്ങളും പാടില്ല. പിന്നെ ഈ 10 കോടി രൂപയുടെ കാര്യമൊന്നും ഞാൻ ആരോടും പറഞ്ഞിട്ടില്ല. 10 കോടി രൂപ എനിക്ക് എൻ്റെ മോൻ നഷ്ടപ്പെട്ടു. ഇനി ഞങ്ങൾക്ക് എന്തിന് 10 കോടി രൂപ? അതിൻ്റെ ആവശ്യമില്ല. അവൻ്റെ നീതിക്ക് വേണ്ടി എല്ലാവരും തെരുവിലിറങ്ങട്ടെ. അതിനാണ് മുൻഗണന കൊടുക്കേണ്ടത്. കുറ്റക്കാരായ എല്ലാവരെയും നിയമത്തിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് അവർക്ക് തക്കതായ ശിക്ഷ വാങ്ങി കൊടുക്കട്ടെ. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ ആരോട് 10 കോടി രൂപയുടെ കാര്യമൊന്നും ഞാൻ ആവശ്യപ്പെട്ടിട്ടില്ല. പറഞ്ഞു പരത്തി ഈ കേസ് അട്ടിമറിക്കാനാണ് എല്ലാവരും നോക്കണത്. ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞാൽ എല്ലാ രാഷ്ട്രീയ സംഘടനകളും എല്ലാവരും ഞങ്ങൾക്കൊപ്പം നിന്ന് നിതിൻ്റെ നീതിക്ക് വേണ്ടി പ്രവർത്തിക്കാനാണെന്ന് പറഞ്ഞിട്ടുള്ളത്. അല്ലാതെ ഞാൻ ഒരു പൈസയോ ഒരു പാരിതോഷികമോ ഒന്നും ഞാൻ സ്വീകരിക്കാൻ തയ്യാറല്ല. സാന്ത്വന സജു ഉണ്ട് കൂടുതൽ വിവരങ്ങളുമായി. സാന്ത്വന സജു, ഇപ്പോൾ നിതിൻ്റെ പിതാവ് നമ്മളോട് പറയുന്നത് ആ കുടുംബത്തിന്റെ പൂർണ്ണമായിട്ടുള്ള സമ്മതത്തോടു കൂടിയല്ല ഈ ഹർത്താൽ നടത്തിയത് എന്നാണോ? ഹർത്താൽ അനുകൂലികൾ നടത്തിയ ചില കാര്യങ്ങളിൽ കുടുംബത്തിന് വിഷമമുണ്ടായി എന്നതാണോ സാന്ത്വന സജു? അരുൺ, ഈ മാസം 28-ാം തീയതിയാണ് ദളിത് സംഘടനകളുടെയും അതുപോലെ തന്നെ ഈ നിതിൻ രാജിന്റെ മരണവുമായി ബന്ധപ്പെട്ട് രൂപീകരിച്ച ആക്ഷൻ കൗൺസിലിന്റെയും നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി ഹർത്താൽ നടത്തിയത്. ഈ ഹർത്താൽ നടത്തുന്നു എന്നുള്ള കാര്യം കുടുംബം അറിഞ്ഞത് ഈ ചില സംഘടനകളിലെ ആളുകൾ വീട്ടിലെത്തുകയും ഇതുപോലെ ഒരു ഹർത്താൽ, അത് നിതിൻ രാജിന്റെ നീതിക്ക് വേണ്ടി ഒരു ഹർത്താൽ നടത്താൻ തീരുമാനിച്ചിരിക്കുകയുമാണ് എന്ന് നിതിൻ രാജിന്റെ അച്ഛനായ രാജനോട് പറയുകയാണ് ചെയ്തത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, നീതിക്ക് വേണ്ടി, മകന്റെ നീതിക്ക് വേണ്ടിയല്ലേ, ഒപ്പം നിൽക്കുന്ന ആളുകളൊക്കെ തന്നെ നിൽക്കട്ടെ, നമുക്ക് ഹർത്താൽ നടത്തുന്നതിൽ പ്രശ്നമില്ല. പക്ഷേ ഒരു തരത്തിലുള്ള അക്രമ സംഭവങ്ങളിലേക്കും കാര്യങ്ങൾ പോകാൻ പാടില്ല. മകന്റെ നീതിക്ക് വേണ്ടി ആണെങ്കിൽ മാത്രമേ ഹർത്താലിനൊപ്പം നിൽക്കുന്നു എന്നുള്ള കാര്യമാണ് പറഞ്ഞത്. പക്ഷേ ആ ഹർത്താൽ ദിവസം എന്തായിരുന്നു ഉണ്ടായതെന്ന് നമ്മളൊക്കെ തന്നെ കണ്ടതാണ്. അല്ലെ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ഈ കുടുംബത്തിന് വേണ്ടി 10 കോടി രൂപ നഷ്ടപരിഹാരമായി നൽകണമെന്നതായിരുന്നു ഈ സമരക്കാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു കാര്യം. അത് മാത്രമല്ല, വിദ്യാർത്ഥികളെ തടഞ്ഞു, രോഗികളായ ആളുകളെ ഇപ്പോൾ RCCയിലേക്കും അതുപോലെ തന്നെ പല ഇടങ്ങളിലേക്കുമൊക്കെ ക്യാൻസർ ചികിത്സയ്ക്ക് പോകാൻ വന്ന ആളുകളെ അടക്കം തടയുന്ന സാഹചര്യമാണ് സംസ്ഥാനത്ത് കണ്ടത്. പല ബസ്സുകൾ തകർത്തു, വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇദ്ദേഹം പറയുന്നത് ഈ പ്രത്യേകിച്ച് 10 കോടി രൂപ കുടുംബം ആവശ്യപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള വാർത്തകൾ പുറത്തു വന്നപ്പോൾ അത് പുറത്തിറങ്ങാൻ പോലും കഴിയാത്തൊരവസ്ഥയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം പല ആളുകളും ഇപ്പോൾ താനും തന്റെ കുടുംബവും പൈസ ചോദിച്ചു എന്നുള്ള തരത്തിലേക്കാണ് കാര്യങ്ങളെ വ്യാഖ്യാനിക്കുന്നത്. തനിക്കോ തന്റെ മക്കൾക്കോ ഇപ്പോൾ പുറത്തിറങ്ങാൻ പോലും കഴിയാത്ത അവസ്ഥയാണ്. ഫോൺ കോളുകളുടെ പ്രവാഹമാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങനെ നിങ്ങൾ പൈസ ചോദിച്ചിട്ടുണ്ടോ എന്ന തരത്തിൽ ആളുകൾ വിളിക്കുകയാണ് എന്നാണ് പറഞ്ഞത്. വലിയ വേദന ഉണ്ടാക്കിയെന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതുപോലെ തന്നെ ഈ ക്യാൻസർ രോഗികളെയും വിദ്യാർത്ഥികളെയും ഒക്കെ വഴിയിൽ തടഞ്ഞ സംഭവം അങ്ങേയറ്റം തനിക്ക് വേദന ഉണ്ടാക്കിയത് മാത്രമല്ല, ഒരിക്കലും മാപ്പർഹിക്കാത്ത ഒരു സംഭവമാണ് അന്ന് ഉണ്ടായത് എന്ന് കൂടിയാണ് അദ്ദേഹം ഇതുമായി ബന്ധപ്പെട്ട് പറഞ്ഞു വെക്കുന്നത്. കാരണം തന്റെ മകനെ 2 തവണ നീറ്റ് പരീക്ഷ എഴുതിക്കാൻ താൻ കൊണ്ടുപോയതാണ്. അന്ന് തങ്ങൾക്ക് സ്വകാര്യ വാഹനം ഒന്നുമില്ല. അപ്പോഴീ ഇതുപോലെ ബസ്സിലൊക്കെ കയറിയാണ് പോയത്. അപ്പോൾ എങ്ങനെയാണ് പോകേണ്ടതിന്റെ ബുദ്ധിമുട്ട് തങ്ങൾക്ക് അറിയാവുന്നതാണ് എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അപ്പോൾ അത്തരത്തിൽ കുടുംബത്തിനെതിരെ ഇപ്പോൾ ആളുകൾ തിരിയുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത് ഈ ഹർത്താലിലൂടെ എന്നാണ് അദ്ദേഹം എന്തായാലും പറഞ്ഞു വെക്കുന്നത്. കുടുംബം അറിഞ്ഞു തന്നെയാണ് ഹർത്താൽ നടത്തിയത്. പക്ഷേ ഇത്തരം വലിയ പ്രതിഷേധങ്ങളിലേക്കും അല്ലെങ്കിൽ ഇത്രയും വലിയ പ്രക്ഷോഭങ്ങളിലേക്കും ഒക്കെ ഇത് പോയത് കുടുംബം അറിഞ്ഞിട്ടില്ല എന്നാണ് അരുൺ എന്തായാലും അദ്ദേഹം റിപ്പോർട്ടിലൂടെ നിലവിൽ വ്യക്തമാക്കിയിരിക്കുന്നത്. ഹർത്താലിന്റെ പേരിൽ കുറ്റം പറയേണ്ടതില്ല. ആ കുടുംബം അതിനോട് ഹർത്താലിനോടനുബന്ധിച്ചുള്ള എല്ലാ അക്രമത്തെയും എല്ലാത്തരം വഴിത്തടലിനെയും ആ കുടുംബം പൂർണ്ണമായിട്ടും തള്ളിപ്പറയുകയാണ്. തങ്ങളുടെ കുഞ്ഞു പോലും നീറ്റ് പരീക്ഷയ്ക്ക് എഴുതാൻ പോയതൊരു പൊതുവാഹനത്തിലാണ്. അതുകൊണ്ട് 2 പ്രധാനപ്പെട്ട ഏജൻസികളുടെ പരീക്ഷയാണ്. വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെയും അമൃത ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസിന്റെയും ഒക്കെ പരീക്ഷ എഴുതാൻ പോയവർക്ക് ഇന്നലെ പലർക്കും പരീക്ഷ എഴുതാൻ പറ്റിയില്ല എന്നുള്ളതാണ്. ഇതിനൊക്കെ ആര് സമാധാനം പറയുമെന്നൊരു ചോദ്യം നമ്മുടെ മുന്നിലുണ്ട്. കോടതിയുടെ ഉത്തരവൊക്കെ കിടക്കുന്ന സാഹചര്യത്തിലാണ് ഇതേപോലെ ഹർത്താൽ അനുകൂലികൾ പെരുവഴിയിൽ അക്രമം കാണിച്ചത്. ഈ വിഷയത്തിൽ ഇപ്പോൾ കേസെടുത്തിട്ടുണ്ട്. കോടതിയുടെ ശക്തമായ പ്രതികരണം ഉണ്ടാകും ഈ വിഷയത്തിൽ എന്ന കാര്യവും ഉറപ്പാണ്. ഇപ്പോൾ ആ കുടുംബം തന്നെ ഈ ഹർത്താലിനോടനുബന്ധിച്ചുള്ള എല്ലാ അക്രമ സംഭവങ്ങളെയും തള്ളിപ്പറയുകയാണ്. അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, സാന്ത്വന സജുവാണ് നമുക്കിപ്പം ചേർന്നത് തിരുവനന്തപുരത്ത് നിന്ന്. അല്ലെങ്കിലും അത് മോശമായി പോയി. ആ കുടുംബത്തെ ആളുകൾ കുറ്റം പറയൂലേ? ഇന്നലെ ഒന്ന് ആലോചിച്ച് നോക്കി, ആ ഹർത്താലുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നലെ അക്രമ സംഭവത്തിന് ഇരയായിത്തീർന്ന മനുഷ്യർ, ആ മനുഷ്യർ ആരെയാ പഴിക്കാൻ പോകുന്നത്?